അച്ഛാ അമ്മേ, എനിക്ക് നിങ്ങളോട് ഇന്നൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇന്നത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലം മുഴുവൻ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എനിക്ക് നല്ലൊരു പേരൻസ് ആയിരുന്നു? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇത്രയും നാൾ ഞാൻ എങ്ങനെയാണ് ഈ ലൈഫ് കൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ ഈഗോ പ്രശ്നം കാരണം നിങ്ങൾ വഴുക്കിട്ട് അതിൽ സ്പോയിലായത് ഈ എൻ്റെ ജീവിതമാണ്. നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ പറ്റി ആലോചിച്ചിട്ടില്ല. ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ എന്തോരം വഴുക്ക് അടിയിട്ടിട്ടുണ്ടെന്നറിയുമോ? രാത്രി ഉറങ്ങാതെ കരഞ്ഞി കരഞ്ഞി കിടന്ന ദിവസങ്ങളുണ്ട്. എന്തുമാത്രം അന്നത്തെ ആ മനസ്സിൽ എന്തുമാത്രം ഞാൻ ദുഃഖിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? പക്ഷെ നിങ്ങളതൊന്നും അറിയുന്നില്ല. നിങ്ങൾക്കതറിയണ്ട. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോസ് ആയിരുന്നു ഏറ്റവും വലിയ മെയിൻ. ഞാനാണ് ഏറ്റവും വലിയ ആള്. പക്ഷെ നിങ്ങൾ അന്നൊന്നും എന്നെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒരു ഫുഡ് കഴിച്ച ദിവസമെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഇല്ല. എൻ്റെ മനസ്സിൽ ഇന്നലെ അങ്ങനെ ഓർമ്മ പോലും എനിക്കില്ല. ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊരു ചോറ് വാരി തരുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നും അത് എൻ്റെ മനസ്സിൽ ആഗ്രഹമായിട്ട് നൽകിക്കുക. ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് ചെന്ന് ഫുഡ് വാരി കഴിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം മനസ്സിൽ വേദനിച്ചിട്ടുണ്ടെന്നറിയുമോ? അവരമ്മയും അച്ഛനൊക്കെ എന്ത് സന്തോഷത്തിലാണ് അമ്മ അച്ഛ, അവരെങ്ങനെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ ആയിപ്പോയ. പല സമയത്ത് ഞാൻ ഉന്നയിച്ച ഈ ജീവിതം കളഞ്ഞാലൊന്ന് എനിക്ക് ആരുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഈഗോസിൻ്റെ ഇടയ്ക്ക് ഞാനെന്നുള്ള ഒരാളെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? കരഞ്ഞു തീർത്ത ഒരു ബാല്യമായി പോയായിരുന്നു. ഇന്നും അങ്ങനെ. എനിക്കിന്നും ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കൂളിൽ ടൂറൊക്കെ പോകുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പൈസ തന്നിട്ടുണ്ട്. പക്ഷെ പൈസ ഒന്നും മാത്രമല്ല അമ്മ ജീവിതം. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും കെയറും, അതാ അമ്മ എനിക്ക് വേണ്ടത്. അതാ അച്ഛാ എനിക്ക് വേണ്ടത്. ടൂറ് പോകുമ്പോഴും എല്ലാവരും ടൂറിന് വന്നു കഴിയുമ്പോൾ വിളിക്കാൻ വരും. എൻ്റെ പേരൻസ് മാത്രമേ ഇല്ല എന്നെ വിളിക്കാൻ. അങ്ങനെ ഞാൻ പെരുന്നാറുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസിൻ്റെ കൂടെ. അന്ന് എനിക്ക് അവരെ ഉള്ളായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ പോലും ഞാൻ എല്ലാവരും ഉണ്ടായിട്ട് ഞാൻ അനാഥയെ പോലെ ജീവിച്ചിട്ടത്. ഇത്രയെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വഴക്കിനിടയ്ക്ക് പോകുന്ന ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. ഈ കുഞ്ഞു മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തമ്മ? ഞാൻ എന്ത് തെറ്റ് ചെയ്തച്ചാ? എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കണത്?